ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചേനപ്പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചേനപ്പായസമാണ്. ചേനപ്പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ചേനപ്പായസം. ചേന നമ്മൾ കുക്കറിൽ വേവിച്ച്, ചേനയ്ക്ക് ആവശ്യമുള്ള നേരിയ ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചതാണിത്. വേവിച്ച് നന്നായിട്ട് നമ്മൾ വെള്ളം പറ്റിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചു. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കണ മാത്രമേ മതിയാവും. ശർക്കര പാനി ഒഴിച്ചെടുത്തു. നന്നായിട്ട് ശരിക്കും ഇതിൻ്റെ വെള്ളം ഒന്ന് കുറുകിട്ടെ. അതുള്ള ഉണക്കെ ഇനി ഇതിൻ്റെ ശരിക്കും ശർക്കര പാനി ഇതിലേക്ക് ചേർന്ന് കുറച്ച് വെള്ളം പറ്റി കുറുകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചേനയിൽ നമ്മൾ ശർക്കര പാനി ഒഴിച്ചായിരുന്നു. അതൊഴിച്ച് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നും കൂടി കുറുകണം. അതേ നമ്മൾ പാലൊഴിച്ച് ഓഫ് ചെയ്യും. നമ്മൾ ശർക്കര പാനി ഒഴിച്ചായിരുന്നു, നെയ്യ് ഒഴിച്ചായിരുന്നു. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത് ഒന്നാം പാലാണ് ഒഴിക്കുന്നത്. 2-3 പാലൊന്നും എടുത്തിട്ടില്ല. ഒന്നാം പാൽ മാത്രം ഒഴിച്ചാൽ മതിയാവും. കാരണം നമ്മൾ ചേന കുക്കറിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ശരിക്കൊന്ന് ചൂടായിട്ട് ഓഫ് ചെയ്യാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ചൂടായിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ഇടും. കൈ മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടാക്കും. ഒന്നാം പാല് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. 2-3 പാലൊന്നും എടുത്തില്ല. ഒരു തേങ്ങയുടെ പാല് നല്ല കട്ടിക്ക് എടുത്താണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് ഏലക്കയുടെ പൊടിയിടും. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിട്ടുണ്ടെങ്കിൽ അതിടാം. ഇപ്പോൾ ശർക്കര പായസം ആയതുകൊണ്ട് നമ്മൾ തേങ്ങാക്കൊത്താണ് വറുത്തിടുന്നത്. നമുക്ക് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിടാം. അതിലേക്ക് തേങ്ങാക്കൊത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലോണം ചുവന്ന കളറിൽ മൂക്കണം. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ ചേനപ്പായസം റെഡി ആയി. പെട്ടെന്ന്
ചേന വേവിക്കുക, തേങ്ങ പിഴിയുക, അത്രയുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് ചേന പായസം. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളതാണ് ചേന പായസം. കൂടുതൽ ചേന ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പാലൊഴിച്ച് അതിലൊന്ന് വേവിച്ചാലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച്. ചേന കൂടുതലുണ്ടെങ്കിൽ ഇത് 1/2 കിലോ ചേനയുള്ളൂ. കുറച്ച് കൂടുതൽ ചേന ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പാലിൽ ചേന വേവിക്കാം. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് തേങ്ങ വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന പായസം റെഡിയായി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി പായസമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.